അയാളെ നമ്മൾ പ്രവാചകനായിട്ട് അംഗീകരിച്ചാൽ, അയാളെ നമ്മൾ ലീഡറാക്കിയാൽ, അയാളെ പിന്തുടർന്നാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള പവർ പോയി. മൂസയ്ക്ക് കൊടുത്ത ദൗത്യം, ഈസാക്ക് കൊടുത്ത ദൗത്യം, ഈ മുഹമ്മദ് സല്ലല്ലാഹു കൊടുത്ത ദൗത്യം അത് എതിർപ്പുള്ളത് കൊണ്ട് നിർത്തിയില്ല. ഒമാ ഖതലൂഹു ഒമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. കുരിശിൽ കയറ്റിയുമില്ല, കൊന്നുമില്ല. എന്തിനാണ് നിങ്ങൾ ഈ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്നത്? അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് ഉത്തമമായിരുന്നേനെ. ആ ഏക സത്യദൈവം അതാണ്, നീ അയച്ച ദാസൻ. ഇത് തന്നെയാണ് ആക്ച്വലി ഇസ്ലാം പറയുന്നത്. ജീസസിൻ്റെ ആ മെസ്സേജ് തന്നെ മൊത്തത്തിൽ മായം ചേർത്തുപോയി. യേശു ക്രിസ്തുവിൻ്റെ ശരിയായിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ, ഓർമ്മിപ്പിക്കാൻ, അതിലേക്ക് ജനങ്ങളെ നയിക്കാൻ മാത്രമാണ് നമ്മുടെ ഈ എഫേർട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ ഇന്ന് ഒരു കമൻറ്റ്, നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന ചില കമൻറ്റുകൾ, അതിൻ്റെ ഒരു റെസ്പോൺസ് ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്നത്, ക്രിസ്തു മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ, മുസ്ലിങ്ങളുടെ അടുത്ത് സംസാരിച്ചാൽ പോരെ? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് കുറച്ച് വാക്കുകൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ സമ്മറി, മൂലചുരുക്കം. ഇത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ എനിക്ക് തരാനുണ്ട്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ബൈബിളിലും അതേപോലെ തന്നെ ഖുർആനിലും പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പ്രവർത്തികൾ, അവരെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് മോസസ്. നമ്മൾ ഇംഗ്ലീഷിൽ മോസസ് എന്ന് പറയും, അറബിയിൽ ഖുർആനിൽ മൂസ എന്ന് പറയുന്നു, ബൈബിളിലാണെങ്കിൽ മോശെ, മലയാളത്തിൽ മോശെ എന്ന് പറയുന്നു. ഈ മൂസ അല്ലെങ്കിൽ മോശെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ടാകട്ടെ, അലൈഹിസ്സലാം, അദ്ദേഹം ജനങ്ങളെ, അവരുടെ ബനി ഇസ്രായേൽ, അതായത് ഈ ഇസ്രായേൽ സന്തതികളെ അദ്ദേഹം ഫേറോയുടെ, അല്ലെങ്കിൽ ഫറവോൻ്റെ ആ സാമ്രാജ്യത്തിൽ നിന്നും അവിടെ നിന്ന് അവരെ രക്ഷിക്കാൻ വന്നപ്പോൾ ഈ ഫറോവൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഫറോവ അടുത്ത് ഖുറാനിൽ പറയുന്നത്, ഖുറാനിൽ ആക്ച്വലി നിങ്ങൾ ഈ ചാപ്റ്റർ 20 താഹ എന്ന് പറയുന്നൊരു ചാപ്റ്റർ, ഇവിടെ ഈ ചാപ്റ്റർ വായിക്കാൻ സാധിച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം മൊത്തം തുടക്കം മുതൽ അവസാനം വരെ വേണമെങ്കിൽ പറയാം, ഈ മൂസായുടെ ഈ ഫറവോനുമായിട്ടുള്ള ആ ഇൻറ്ററാക്ഷൻ, ഫറവോനും മൂസായും തമ്മിലുള്ള ഒരു കഥയാണ്, ആ സംഭവങ്ങളാണ് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പറയുന്നത്. ഇതേപോലെ തന്നെ ചാപ്റ്റർ 27 ഖസസ് എന്ന് പറയും, ആ 27 നോക്കിയാൽ അവിടെയും ഇതുപോലെ തന്നെ മൂസയെക്കുറിച്ചും അലൈഹിസ്സലാം ഫെറോനെക്കുറിച്ചും വളരെയധികം പറയുന്നുണ്ട്. പിന്നെ ചാപ്റ്റർ 10ലും ഈ ഫെറോൻ്റെ കടൽ മുങ്ങുന്നതിൻ്റെ കുറിച്ചും കടൽ പിളർത്തിയതിനെ കുറിച്ചും അവിടെ യൂനുസിൽ പറയും. യൂനുസ് എന്ന് പറയുന്നത് 10, അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, മൂസ ഫെറോൻ്റെ അടുത്ത് വന്നപ്പം, ഓക്കെ, ഫെറോൻ അത് പിടിച്ചില്ല. കാര്യം ഫെറോനാണ് അവിടുത്തെ ചക്രവർത്തിയാണ്, പവറുള്ള ആളാണ്. അപ്പോൾ അയാൾക്ക് ഇതുപോലെ, അതായത് അടിമകളുടെ ആ ഇതിൽ നിന്നുള്ളതാണ്, ഗോത്രത്തിൽ നിന്നുള്ളതാണ് മൂസ വന്നിട്ട് ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ദൈവത്തെ വിശ്വസിക്ക്, ദൈവത്തെ ആരാധിക്ക്, ഇവരെയൊക്കെ വിട്ടുതാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഫിറോവിന് തീരെ പിടിച്ചില്ല. ഓക്കെ, ഫിറോൻ വളരെയധികം മൂസയ്ക്കും മൂസയുടെ ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, ഫെറോവൻ ഒരു സ്റ്റേജ് വന്നപ്പം ഈ ബനി ഇസ്രായേലിൻ്റെ, അതായത് ഈ ഇസ്രായേൽ സന്തതികളുടെ അവിടെ പിറക്കുന്ന ആൺകുട്ടികളെ കൊല്ലുക എന്നാലോചിച്ച് നോക്കുക. ആൺകുട്ടികളെ കൊല്ലുക എന്നുള്ള നിയമം കൊണ്ടുവന്നു. പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്ക്, അവർ പിറന്നോട്ടെ, കുഴപ്പമില്ല, ആൺകുട്ടികളെ കൊല്ലുക, കാരണം നാളെ ആൺകുട്ടികൾ ഇയാൾക്കെതിരായിട്ട് വരരുത്, മനസ്സിലായില്ലേ? അങ്ങനെ ഫറോൻ അത്രയ്ക്ക് ഗുരുതരമായ ശിക്ഷകൾ കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നും മൂസയ്ക്ക്
അത് കാരണമായിട്ട് ഇതൊന്നും മൂസയുടെ കാര്യങ്ങൾ, മൂസയ്ക്ക് പടച്ചവൻ നൽകിയ ചുമതല, ഈ സന്ദേശം എത്തിക്കുക, ആ സന്ദേശത്തിൽ ഉറച്ചു നിൽക്കുക, ഇത് മൂസ അതിൽ നിന്ന് തിരിച്ചു പോയില്ല. ഫറവൻ എന്തെല്ലാം ചെയ്താലും ശരി, മൂസ തിരിച്ചു പോയില്ല അല്ലേ? അപ്പം അവസാനം എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ ഈ ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന മെസ്സേജ് അത് അവിടുത്തെ യഹൂദി റബായിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മൂസയുടെ ആൾക്കാർ, യഹൂദികൾ അല്ലേ, അവരാണ് ഈ ഫെറോൻ്റെ പക്കൽ നിന്നും കൂടുതൽ, അതായത് ഫെറോൻ്റെ പക്കൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങിയ ആൾക്കാർ യഹൂദികളാണ് ആ സമയത്ത് അല്ലേ. ആ ആൾക്കാർ പിന്നെ അത് കഴിഞ്ഞ്, ആ സമയം കഴിഞ്ഞ് ജീസസ് വന്നപ്പോൾ ആ ആൾക്കാർ ജീസസിനെ എതിർത്ത്. അതായത് ദൈവത്തിൻ്റെ സന്ദേശമായിട്ട് ജീസസ് വന്നു, യേശു ക്രിസ്തു വന്നപ്പോൾ ആ ആൾക്കാർ, ഫെറോവിൻ്റെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ട് സഹിച്ച ആൾക്കാർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്നതിന് പകരം ഇവരിപ്പം ആ ഫെറോവിൻ്റെ സ്ഥാനം ഇവരേറ്റെടുത്ത്. അതായത് ആ ഫെറോ ഇവർക്ക് നൽകിയ ശിക്ഷ പോലെ തന്നെ ഇവർ ജീസസ് ക്രൈസ്റ്റിനെയും ബുദ്ധിമുട്ട് കൊടുക്കാൻ ശ്രമിച്ചു, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് മാത്യു 21-22 ചാപ്റ്ററിലൊക്കെ നമുക്ക് കാണാം. അതായത് അവർ ചോദിക്കും, നിങ്ങൾക്ക് ആരാണ് ഈ അതോറിറ്റി തന്നത്, ആരാണ് നിങ്ങൾക്ക് ഈ സംസാരിക്കാനുള്ള പെർമിഷൻ ആര് തന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ജീസസ് ക്രൈസ്റ്റിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു അല്ലേ. അവരുടെ കയ്യിൽ ആക്ച്വലി ആ സമയത്ത് അവരുടെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്നില്ല. ഭരണം റോമൻ ചക്രവർത്തിയുടെയാണ് ഭരണം. ഇവർക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല, അതായത് പണിഷ് ചെയ്യാനുള്ള, ശിക്ഷിക്കാനുള്ള അധികാരം ഇവർക്കില്ല. എന്നിരുന്നാലും അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ജീസസ് ക്രൈസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു അല്ലേ. എന്നിട്ട് അവർ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ, ജീസസ് ക്രൈസ്റ്റിനെ, യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഒരു കുഴപ്പത്തിൽ കയറ്റണം. അപ്പോൾ അവർ വന്നൊരു ചോദിച്ചു, ഈ നമ്മുടെ സീസർ, അതായത് ചക്രവർത്തി ടാക്സ് കൊടുക്കണമെന്ന് പറയുന്നു. ഓക്കെ, അത് നമ്മൾ കൊടുക്കണോ വേണ്ടേ? അവിടെ ജീസസ് ക്രൈസ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് ആ സാമ്രാജ്യത്തിന് എതിരാവും. ജീസസ് ക്രൈസ്റ്റിനെ അവർ പിടിച്ചുകൊണ്ട് പോകും. കാര്യം സാമ്രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചു അല്ലേ. ഇനി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ദൈവത്തിൻ്റെ ആളാണ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തു? ജീസസ് ക്രൈസ്റ്റ് വളരെ വളരെ യുക്തിയോടുകൂടി ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, നിങ്ങൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ ഇവർ എപ്പോഴും ജീസസ് ക്രൈസ്റ്റിനെ എങ്ങനെയെങ്കിലുമൊക്കെ കുരുക്കിപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് അവർ അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ട് നിർത്തിയോ? ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോയി അല്ലേ. അതൊന്ന് ആലോചിച്ച് നോക്കുക. ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ അനുയായികളോട് സംസാരിക്കുന്നത് കേൾക്കാം. അതായത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട്, ഒരു വീട്ടിൽ പോയിട്ട് അവരെ ദൈവത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ അത് നിരാകരിച്ചാൽ നിങ്ങളുടെ ചെരുപ്പിൻ്റെ അടിയിലുള്ള പൊടി അവിടെ തട്ടിയിടുക. നാളെ ഈ പൊടി, നിങ്ങൾ ഈ തട്ടിയിടുന്ന പൊടി നാളെ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും പരലോകത്ത് വെച്ച് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ജീസസ് ക്രൈസ്റ്റിന് എന്താണ് ഈ അഡ്വൈസ് എന്തായിരുന്നു, ഉപദേശം എന്തായിരുന്നു? നിങ്ങൾ ദൈവത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അദ്ദേഹം ഇതേ മെസ്സേജ്, മോസസ് കൊണ്ടുവന്ന മെസ്സേജ്, ജീസസ് കൊണ്ടുവന്ന മെസ്സേജ്, അദ്ദേഹം അതേ മെസ്സേജ് കൊണ്ടുവന്ന് അതേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ ആ പരിസരത്ത് താമസിച്ചിരുന്ന ആൾക്കാർ, ഖുറൈശികൾ എന്ന് പറയും, ആ അറബികൾ, അവർ നിരാകരിച്ച്. അവർക്ക് ഇതിനായിട്ട് യാതൊരു താല്പര്യമില്ല. കാര്യം അവരുടെ കയ്യിൽ പവറുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ കുറഞ്ഞു പോകും. കാര്യം വേറൊരാളുടെ പവറില്ലാത്ത പാവപ്പെട്ട ഒരാളുടെ ഒരു മെസ്സേജ് എടുത്തിട്ട് അയാളെ നമ്മൾ പ്രവാചകനായിട്ട് അംഗീകരിച്ചാൽ
അയാളെ നമ്മൾ ലീഡറാക്കിയാൽ, അയാളെ പിന്തുടർന്നാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള പവർ പോയി. നമ്മളാണ് വലിയ വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം അത് കാരണമായിട്ട് അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരാകരിച്ചു. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അറബികൾ മാത്രമല്ല, ഈ പുസ്തകം നൽകിയ ആൾക്കാർ, യഹൂദികൾ, അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ക്രിസ്തു മത വിശ്വാസികൾ, ഇവർക്ക് രണ്ടുപേർക്കും ഖുർആൻ എടുത്തെടുത്ത് പറയുന്നത്, അവർ വിളിക്കുന്നത് പീപ്പിൾ ഓഫ് ദ ബുക്ക്, അതായത് പുസ്തകത്തിൻ്റെ അഹലുകാർ, പുസ്തകത്തിൻ്റെ ആൾക്കാർ. ഓക്കെ, എന്നിട്ട് ആലോചിച്ച് നോക്കണം, മോസസ് വന്നപ്പം ഫെയ്റോ മോസസിനെ നിരാകരിച്ചു. ഫെയ്റോ മോസസിനെതിരായിട്ട് വർക്ക് ചെയ്തു. ആ മോസസിൻ്റെ ആൾക്കാർ ഞാൻ അടിവരയിട്ട് പറയാണ്, ആ മോസസിൻ്റെ ആൾക്കാർ, യഹൂദികൾ, ജീസസ് ക്രൈസ്റ്റ് വന്നപ്പം ഫെയ്റോ ഇവരുടെ അടുത്ത് എങ്ങനെ പ്രവർത്തിച്ചോ അതേ രീതിയിൽ ഈ യഹൂദികൾ ജീസസ് ക്രൈസ്റ്റിനെയും എതിർത്തു. ജീസസ് ക്രൈസ്റ്റിന് എതിരായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു. ഇനി ഇപ്പം ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആൾക്കാരെന്ന് പറയുന്ന ക്രിസ്തു മതവിശ്വാസികൾ ഇത് സെയിം തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് വന്നു, ആ ദൈവത്തിൻ്റെ അതേ കൽപ്പനകൾ കൊണ്ടുവന്നപ്പം ഈ ക്രിസ്തു മതവിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും, അതായത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു കൊണ്ടുവന്ന സെയിം മെസ്സേജാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്. അദ്ദേഹത്തെ അനുകരിക്കുകയും ബഹുമാനിക്കുകയും ഫോളോ ചെയ്യുന്നതിന് പകരം ഇവരും ഭൂരിപക്ഷം ആൾക്കാർ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തള്ളിപ്പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായിട്ട് ഉള്ള വാക്കുകൾ പറഞ്ഞു. ഇത് ഇന്നും നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരുടെയും കമൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വരുന്ന കമൻറ്റ്സ് പല തരത്തിലുള്ള. അതായത് ഖുർആൻ മോഷ്ടിച്ചു, ബൈബിളിൽ നിന്ന് മോഷ്ടിച്ചു, പിന്നെ പ്രവാചകൻ മുഹമ്മദ് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ, പ്രവാചകൻ മുഹമ്മദ് യുദ്ധം മാത്രമായിരുന്നു ചെയ്തിരുന്നത്, അതായത് കലാപങ്ങളും കൊള്ളയും കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പല ആൾക്കാരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ വന്നപ്പം ഈ ആൾക്കാർ, ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എല്ലാം എതിർത്തത് കാരണമായിട്ട് അദ്ദേഹവും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ദൗത്യം, ഈ പടച്ചോൻ നൽകിയിരിക്കുന്ന മൂസയ്ക്ക് കൊടുത്ത ദൗത്യം, ഈസാക്ക് കൊടുത്ത ദൗത്യം, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ദൗത്യം, അത് എതിർപ്പുള്ളത് കൊണ്ട് നിർത്തിയില്ല, അത് കണ്ടിന്യൂ ചെയ്തു. ആ എതിർപ്പ് സഹിച്ച് തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ എന്ത് സംഭവിച്ചു? മോശെ വിജയിച്ചു. എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പ് എവിടെ നിന്നായിരുന്നു? ഫെയ്റോ പോലെയുള്ള ചക്രവർത്തി, ഭയങ്കരമായ ശക്തിയുള്ള ഒരാൾ, അയാൾക്കെതിരായിട്ട് മൂസ സംസാരിച്ചു. മൂസ കൺസിസ്റ്റൻ്റായിട്ട് അയാൾക്കെതിരായിട്ട് വർക്ക് ചെയ്തു. അയാൾക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട്, സന്ദേശം കൊടുക്കാനായിട്ട് വർക്ക് ചെയ്തു. അയാൾ തടഞ്ഞു, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അയാൾ ചെയ്തു. പക്ഷേ അവസാനം മൂസ വിജയിച്ചു. മൂസയെയും മൂസയുടെ ആൾക്കാരെയും പടച്ചവൻ ആ കടൽ പിളർത്തി അതിൽ നിന്ന് കൊണ്ടുപോയി. ഫെയ്റോവും ആൾക്കാരും അതിനകത്ത് മുങ്ങി മരിച്ചു. ജീസസിനെ ഇതേപോലെ തന്നെ ശല്യപ്പെടുത്താൻ നോക്കി, ആക്രമിക്കാൻ നോക്കി, കൊല്ലാൻ നോക്കി. ഖുർആൻ പറയുന്നു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാക്കിൻ ശുബ്ബിഹ ലഹും. ഇത് ഖുർആനിലെ 4-ാമത്തെ സൂറയിൽ 157 വചനം നോക്കിയാൽ കാണാം. അതായത് അവർ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് സാധിച്ചില്ല. അവർ കുരിശിൽ കയറ്റിയുമില്ല, കൊന്നുമില്ല. ജീസസ് മരിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എതിരായിട്ട് ആൾക്കാർ വർക്ക് ചെയ്തു. പക്ഷേ വിജയം എൻ്റെ ദ ഡേ പ്രവാചകൻ മുഹമ്മദിന് വിജയം കിട്ടി. ഇപ്പം ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇപ്പം നമ്മുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോലെ എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനികളെ, നമ്മളെ ഇതിനെ ശല്യപ്പെടുത്തുന്നത്? ഇത് ആക്ച്വലി ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് ആക്ച്വലി നമ്മൾ ശല്യപ്പെടുത്തുകയല്ല. നമ്മൾ ഈ മുസ്ലിങ്ങൾക്ക് പടച്ചവൻ്റെ ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾക്ക് ഓർഡറുണ്ട്, അതായത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ ജനങ്ങളെ നല്ല കാര്യങ്ങളിലേക്ക്, നല്ല വഴിയിലേക്ക് വിളിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു ചുമതലയാണ്. 2 ആയത്തുകൾ മാത്രം ഞാൻ ഇന്ന് എടുത്ത് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഒന്ന് സൂറ
3 ആൽ ഇമ്രാൻ എന്ന് പറയും, അതായത് ഇമ്രാൻ്റെ ഫാമിലി. ആൽ ഇമ്രാനിലെ 3-ാമത്തെ സൂറയിൽ 110-ാമത്തെ വചനം എടുത്തു നോക്കുകയാണെങ്കിൽ പടച്ചോൻ പറയുന്നു, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. മുസ്ലിങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യും, മുസ്ലിങ്ങളെ കുറിച്ച് അവരുടെ അടുത്ത് അഡ്രസ്സ് ചെയ്തിട്ട് പടച്ചോൻ പറയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ. പടച്ചോൻ പറയുന്നത്, നിങ്ങൾ, അതായത് മുസ്ലിങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പടച്ചോൻ പറയുകയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ്. കാരണം നിങ്ങൾ നന്മയിലേക്ക് ജനങ്ങളെ വിളിക്കുകയും തിന്മയിൽ നിന്ന് ജനങ്ങളെ തടുക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം നമ്മൾ പടച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആയത്ത് പറയുകയാണ്, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. ഈ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ യഹൂദികളും, പുസ്തകത്തിൻ്റെ ഉടമകൾ, അതായത് തോറയും അതേപോലെ തന്നെ ഗാസ്പെൽസും ഉള്ള ഈ സുവിശേഷമുള്ള ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ യഹൂദികളും, അവരെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, ഓക്കെ, ലകാന ഖൈർ, അവർക്കത് ഉത്തമമായിരുന്നേനെ, അവർക്കത് നല്ലതായിരുന്നേനെ. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ. അവരിൽ വിശ്വാസികൾ ഉണ്ട്. ഖുർആൻ പറയാണ്, അവരിൽ വിശ്വാസികൾ ഉണ്ട്, പക്ഷേ അതിനകത്ത് അധികം ആൾക്കാരും വഅക്സറുഹുമുൽ ഫാസിഖൂൻ, വഴി പിഴച്ചു പോയ ആൾക്കാരാണ്. അതായത് അങ്ങനെയുള്ളൊരു മീനിങ് ആണ് വരുന്നത്, അതായത് അക്സറുഹുമുൽ ഫാസിഖൂൻ. ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ഇതേപോലെ തന്നെ സൂറ 16, ഓക്കെ, സൂറ 16 എന്ന് പറയുന്ന അൽ നഹൽ, തേനീച്ച എന്ന് പറയുന്ന സൂറയാണ്. അതിനകത്ത് 125-ാമത്തെ വചനം പടച്ചോൻ മുസ്ലിങ്ങളോട് പറയാണ്, ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. നിങ്ങൾ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക വിത്ത് ഹിക്മ. ഹിക്മ എന്ന് പറഞ്ഞാൽ യുക്തി ദീക്ഷയോടെ കൂടെ, ഓക്കെ, ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, നല്ല അഡ്വൈസ്, നല്ല ഉപദേശവും ഉപയോഗിച്ച് യുക്തിയോടുകൂടെ ജനങ്ങളെ പടച്ചവനിലേക്ക് ക്ഷണിക്കുക, ഓക്കെ എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഇത് ഖുർആനിൻ്റെ മുസ്ലിങ്ങളോടുള്ള ആഹ്വാനമാണ്. അതായത് നമ്മൾ മുസ്ലിങ്ങളെല്ലാവരും നല്ല മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, മോശപ്പെട്ട മാർഗം അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുക്കുക, അവരെ അതിൽ നിന്ന് ഉപദേശിച്ച് അവർക്ക് താക്കീത് നൽകുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും മുകളിലുള്ള ഒരു ചുമതലയാണ്. ഇത് പടച്ചോൻ ഖുർആനിൽ പറയുന്ന കാര്യമാണ്. അപ്പം ഇനി പറഞ്ഞ് എനിക്ക് നിർത്താനുള്ളൊരു കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജോൺ എന്ന് പറയുന്ന, യോഹന്നാൻ എന്ന് പറയുന്ന സുവിശേഷം, അതിനകത്ത് 17:3, ഓക്കെ, അതിനകത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു സ്വന്തമായിട്ട് പറയുകയാണ്, ഓക്കെ, ഈ നിത്യജീവൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ജീസസ് ക്രൈസ്റ്റ് പരിചയപ്പെടുത്തിയത്, നീ ഏക സത്യ ദൈവമായ നീ, ഓക്കെ, നിന്നെ അറിയുകയും നീ അയച്ച ദാസൻ യേശുവിനെ അറിയുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശു ക്രിസ്തു വന്ന് പറയുന്നത്, അതായത് ഒന്ന് ആലോചിച്ചേക്കുക, ആ പദങ്ങൾ, ആ ഉപയോഗിച്ച പദങ്ങളൊന്ന് ആലോചിക്കുക, ആ പദങ്ങൾ ഇത്ര വ്യക്തമാണ്. അതായത് ഏക സത്യ ദൈവം, 3 കാര്യങ്ങൾ, ഏക സത്യ ദൈവം ആയ നിന്നെ അറിയുകയും നീ അയച്ച ദാസൻ. അപ്പോൾ 2 നോക്കിയേ, ആ ഏക സത്യ ദൈവം അതാണ്, നീ അയച്ച ദാസൻ. ഇത് തന്നെയാണ് ആക്ച്വലി ഇസ്ലാം പറയുന്നത്, ഇത് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം ബൈബിളിനകത്ത് ഉണ്ടെങ്കിലും ഇത് വായിക്കുന്ന ആൾക്കാർ, ഇത് ബൈബിളിനെ പിൻപറ്റുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഇതിനെതിരായിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം. കാര്യം വെച്ചാൽ ഇതിനകത്ത്, ബൈബിളിനകത്ത് നമുക്ക് പല വചനങ്ങളും കൂട്ടിച്ചേർത്തതുണ്ട്, പലതും ഒറിജിനൽ ബുക്കിലില്ലാത്ത കൂട്ടിച്ചേർത്ത വചനങ്ങളുണ്ട്. അത് കാരണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ സന്ദേശം കംപ്ലീറ്റ് ഡൈല്യൂട്ടായിപ്പോയി. അതായത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാമെങ്കിലും ഇതിനകത്ത് പല കാര്യങ്ങളും കയറിയിട്ട്
ഇതിപ്പോൾ എന്താണ് സത്യം, എന്താണ് ജീസസ് പറഞ്ഞത്, ജീസസിൻ്റെ ആ മെസ്സേജ് തന്നെ മൊത്തത്തിൽ നമ്മൾ പറയുമല്ലോ ഈ മായം ചേർത്ത് പോയി. അപ്പം ഇതിപ്പോൾ ആൾക്കാർ കൺഫ്യൂഷനിലാണ്. അപ്പം ഈ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരെടുത്ത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇതല്ല ജീസസ് പറഞ്ഞു, നിങ്ങൾ ജീസസിനെ പിന്നെ ആരാധിക്കാനല്ല ജീസസ് പറഞ്ഞത്. ജീസസ് പറഞ്ഞത് ഏക സത്യ ദൈവമായ നിന്നെ അറിയുകയും നീ അയച്ച യേശുവിനെ അറിയുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ നമ്മുടെ ഈ ചെറിയ ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പം ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, മോശെ നമ്മുടെ ഫിറോവിൻ്റെ അടുത്ത് പോയപ്പം ആ ഫിറോവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മൂസ ഉദ്ദേശിച്ചത് അവൻ്റെ നന്മയായിരുന്നു, ഫിറോവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തിരുന്നത്, അല്ലേ? ജീസസ് നമ്മുടെ യേശു ക്രിസ്തു ഈ യഹൂദി പണ്ഡിതന്മാരുടെ അടുത്ത് വന്ന് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുത്തിരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവർ ബുദ്ധിമുട്ട് കൊടുത്തെങ്കിലും അവർക്ക് ഈ സന്ദേശം എത്തിക്കാൻ ജീസസ് ക്രൈസ്റ്റ് പാടുപെട്ടത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ മുസ്ലിങ്ങൾ ഈ സന്ദേശം ക്രിസ്തു മത വിശ്വാസികൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ചില ആൾക്കാർക്കത് പിടിക്കത്തില്ല. അത് നാച്ചുറലി നമുക്കറിയാവുന്ന സംഭവമാണ്. ചില ആൾക്കാർക്കത് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം അവരുടെ ഗുണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടി ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കും, ഇവരെന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഒരു ചിന്ത നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അറിയുക, ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയല്ല. ജീസസിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശരിയായിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ, ഓർമ്മിപ്പിക്കാൻ, അതിലേക്ക് ജനങ്ങളെ നയിക്കാൻ മാത്രമാണ് നമ്മുടെ ഈ എഫേർട്ട്. അതിന് ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. യഥാർത്ഥ മെസ്സേജ് മോസസിൻ്റെ, ജീസസിൻ്റെ, പ്രവാചകൻ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ എല്ലാവരുടെയും മെസ്സേജ്, ശരിയായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിലേക്ക് നയിക്കാൻ, അതിലേക്ക് നടക്കാൻ, ആ വഴി നടക്കാൻ നമ്മളെല്ലാവരെയും പടച്ചവൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു ഉപദേശം നിങ്ങൾക്ക്, ഒരു റിക്വസ്റ്റ് നിങ്ങളടുത്തുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഇതിൽ ഇൻഷാ അല്ലാഹ് പലർക്കും ഇതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. എഗെയിൻ നമുക്ക് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ അവഹേളനങ്ങൾ, കളിയാക്കൽ അല്ലെങ്കിൽ കരിവാരി തേക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് ഗുണം ആർക്കും ഉണ്ടാവില്ല. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.